വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വണ്ടർഫുൾ വേസ്റ്റ് എന്ന കഥയാണ്. നമുക്ക് ഈ പാഠത്തിലേക്കൊന്ന് പോകാം. വേസ്റ്റ് ക്യാൻ ബി യൂസ്ഫുൾ. വേസ്റ്റ് ഉപയോഗപ്പെടുത്താനാവുന്നതായിരിക്കും. ഫൈൻഡ് ഔട്ട് ഫോർ യുവേഴ്സെൽഫ് ഫ്രം ദി സ്റ്റോറി. ഈ കഥയിൽ നിന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഫൈൻഡ് ഔട്ട് ഫോർ യുവേഴ്സ്, സ്വയം മനസ്സിലാക്കുക. എന്താണ് വേസ്റ്റ് ക്യാൻ ബി യൂസ്ഫുൾ എന്ന് നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കണം. വൺസ് മഹാരാജ ഓഫ് ട്രാവൻകൂർ ഓർഡേർഡ് എ ഗ്രാൻഡ് ഡിന്നർ ഇൻ ഹിസ് പാലസ്. ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഓർഡേർഡ് എ ഗ്രാൻഡ് ഡിന്നർ ഇൻ ഹിസ് പാലസ്. അദ്ദേഹം പാലസിൽ ഒരു മജസ്റ്റിക് ഡിന്നർ ഒരുക്കാൻ ഉത്തരവായി. ഗ്രാൻഡ് മീൻസ് മജസ്റ്റിക്. ഇൻ ദി ആഫ്റ്റർനൂൺ, വൈകുന്നേരം, ബിഫോർ ഡിന്നർ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായി മഹാരാജ എൻറ്റേർഡ് ദ കിച്ചൺ. മഹാരാജാവ് എവിടെ ചെന്നു? ഹി എൻറ്റേർഡ് ദി കിച്ചൺ. അദ്ദേഹം പാചകപ്പുരയിൽ ചെന്നു. ടു സർവേ ദ ഡിഷസ്. എന്തിനാണ് ചെന്നത്? ടു സർവേ ദ ഡിഷസൊക്കെ ഒന്ന് സർവേ ചെയ്യണം. ഇതെല്ലാം ഒന്ന് സർവേ മീൻസ് ലുക്ക് കെയർഫുള്ളി ആൻഡ് തറൽ. വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ നോക്കാനാണ് ചെന്നത്. ടു സർവേ ദ ഡിഷസ് ദാറ്റ് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഫോർ ദ ഫീസ്റ്റ്. ആ ഫീസ്റ്റിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഡിഷസൊക്കെ നോക്കാനാണ് ചെന്നത്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ സ്ക്രാപ്സ്? ഹി ആസ്ക്ഡ് ദ കുക്ക്. അദ്ദേഹം കുക്കിനോട് ചോദിച്ചു, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ സ്ക്രാപ്സ്? ആ വെജിറ്റബിളിൻ്റെ ബിറ്റ്സൊക്കെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ ബിറ്റ്സ്? സ്ക്രാപ്സ് മീൻസ് ബിറ്റ്സ് എന്നാണ്, കഷ്ണങ്ങൾ. ഹി ആസ്ക്ഡ് ദ കുക്കിനോട് ചോദിച്ചു. പോയിൻറ്റിങ് ടു ദ ബാസ്ക്കറ്റ് ഓഫ് സ്ക്രാപ്സ് നിയർ ദ കുക്ക്. കുക്കിൻ്റെ ഇടയ്ക്ക് ഒരു കൊട്ടയിൽ പീസായിട്ട് മിച്ചം വന്ന സാധനങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ചോദിച്ചത്. ദ കുക്ക് റിപ്ലൈഡ്. കുക്ക് മറുപടി പറഞ്ഞു, ദേ ആർ വേസ്റ്റ്. അവ വേസ്റ്റാണ്. വി വിൽ ത്രോ ദം എവേ. ഞങ്ങളത് ദൂരെ കളയും. രാജാവ് എന്താ പറഞ്ഞേ? യു കനോട്ട് വേസ്റ്റ് ഓൾ ദോസ് ബിറ്റ്സ്. നീ അതെല്ലാം കൂടെ വെറുതെ കളയണ്ട, അങ്ങനെ വേസ്റ്റ് ആക്കണ്ട. യു കനോട്ട് വേസ്റ്റ് ഓൾ ദോസ് ബിറ്റ്സ്. ഈ ബിറ്റ്സ് ഒന്നും നിങ്ങൾ വെറുതെ കളയണ്ട. ആൻഡ് പീസസ് ഓഫ് വെജിറ്റബിൾസിൻ്റെ പീസസ് ഒന്നും കളയണ്ട. ഫൈൻഡ് എ വേ ടു യൂസ് ദം. അത് ഉപയോഗിക്കേണ്ട വഴി കണ്ടെത്താൻ പറഞ്ഞു. ഫൈൻഡ് എ വേ ടു യൂസ് ദം. ദി മഹാരാജ കമാൻഡഡ് സ്റ്റാൻലി. മഹാരാജ ഉത്തരവിട്ടു. സ്റ്റേണായിട്ട് പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു. ആൻഡ് വാക്ക്ഡ് അവേ. എന്നിട്ട് നടന്നു. ദി കുക്ക് വാസ് ഇൻ എ ഫിക്സ് മീൻസ് ട്രബിൾ. ദ കുക്ക് വാസ് ഇൻ എ ട്രബിൾ. അയാളങ്ങ് പ്രശ്നത്തിലായി. ആൻഡ് കെപ്റ്റ് സ്റ്റെയറിങ് അറ്റ് ദി വെജിറ്റബിൾ സ്ക്രാപ്സ്. അയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരുന്നു. സ്റ്റെയറിങ് മീൻസ് ലുക്ക് ഫിക്സഡ്ലി. അയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരുന്നു. എന്നതല്ല, വെജിറ്റബിൾ സ്ക്രാപ്സ് നോക്കി ഇങ്ങനെ നിന്നുപോയി. ഇനി എന്താ ചെയ്യുക? ഫോർ സം ടൈം, കുറച്ച് നേരത്തേക്ക്. സഡൻലി ആൻ ഐഡിയ ഫ്ലാഷ്ഡ് അക്രോസ് ഹിസ് മൈൻഡ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ട് ഒരു ഐഡിയ ലൈറ്റപ്പ് ചെയ്തു വന്നു. ഫ്ലാഷ് മീൻസ് ലൈറ്റപ്പ്. അപ്പോഴാണ് പുള്ളിക്കൊരു വഴി കണ്ടെത്തിയത്. അൻ ഐഡിയ ലൈറ്റപ്പ് അക്രോസ് ഹിസ് മൈൻഡ്. തൻ്റെ മനസ്സിലൂടെ പെട്ടെന്നൊരാശയം മിന്നിത്തെളിഞ്ഞു വന്നു. ഹീ ടുക്ക് ഓൾ ദ വെജിറ്റബിൾ ബിറ്റ്സ്. അയാൾ എന്ത് ചെയ്തു? ആ വെജിറ്റബിൾ ബിറ്റ്സ് എല്ലാം എടുത്തു. വെജിറ്റബിൾസിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്തു. വാഷ് ദം ആൻഡ് ക്ലീൻ ദം വെൽ. അത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ വേസ്റ്റായിട്ട് കരുതിയിരുന്ന വെജിറ്റബിൾ ബിറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ദെൻ ഹീ കട്ട് ദം ഇൻ ടു ലോങ് സ്ട്രിപ്സ്. പിന്നെ അത് നീളത്തിൽ മുറിച്ചു. പുട്ട് ദം ഇൻ എ ഹ്യൂജ് പോട്ട്. വലിയൊരു പാത്രത്തിലിട്ടു, കലത്തിലിട്ടു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ദ ഫയർ ടു കുക്ക്. അത് അടുപ്പിന് മുകളിൽ വെച്ചു, കുക്ക് ചെയ്യാനായിട്ടേ. പാചകപ്പേരയിൽ ഇരുന്ന് പാചകം ചെയ്യാൻ വെച്ചു. നൗ ഹീ ഗ്രൗണ്ട് സം ഫ്രഷ് കോക്കനട്ട്. പിന്നെ എന്ത് ചെയ്തു? ഫ്രഷ് കോക്കനട്ട് അരച്ചു. അതിലൂടെ എന്തൊക്കെ ഉണ്ട്? ഗ്രീൻ ചില്ലീസ് ആൻഡ് ഗാർലിക് ടുഗെദർ. വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടങ്ങോട്ട് അരച്ചു. ഹി ആഡഡ് ദിസ് പേസ്റ്റ്.
ഈ ഇങ്ങനെ ഉണ്ടാക്കിയ അരപ്പും ആൻഡ് സം സോൾട്ട്, കുറച്ച് ഉപ്പും കുക്കിംഗ് വെജിറ്റബിൾസിലോട്ടിട്ടു. എ ടെംപ്റ്റിംഗ് സ്മെൽ സ്റ്റാർട്ടഡ് കമ്മിങ് ഫ്രം ദ പോട്ട്. അപ്പോൾ എന്ത് പറ്റി? ഒരു നല്ല വാസന വരാൻ തുടങ്ങി. ടെംപ്റ്റിംഗ് മീൻസ് അട്രാക്റ്റീവ്. സ്മെൽ സ്റ്റാർട്ടഡ് കമ്മിങ് ഫ്രം ദ പോട്ട്. പോട്ടിൽ നിന്നും ടെംപ്റ്റിംഗ് ആയിരിക്കുന്ന നല്ല വാസന, അട്രാക്റ്റീവ് സ്മെൽ വന്നു. നൗ ഹി വിപ്ഡ് സം കർഡ്. എന്നിട്ട് എന്ത് ചെയ്തു പുള്ളി? തൈരുണ്ട്, അത് നല്ലപോലെ ഇളക്കി കൊണ്ടുവന്നു. ആൻഡ് ആഡ് ഇറ്റ് ടു ദ കറി. അത് കറിക്കകത്ത് ഒഴിച്ചു. ഹി ഓൾസോ പോർഡ് എ ഫ്യൂ സ്പൂൺസ് ഫുൾ ഓഫ് കോക്കനട്ട് ഓയിൽ. കുറേ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, ആവശ്യത്തിന് മാത്രം. ആൻഡ് ഡെക്കറേറ്റഡ് ദ ഡിഷ് വിത്ത് കറി ലീവ്സ്. എന്നിട്ട് കറി ലീവ്സൊക്കെ ഇട്ട് കരിയാപ്പിലിട്ട് അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തു. ലോ ആൻഡ് ബിഹോൾഡ്, അത്ഭുതത്തോടെ നോക്കിക്കേ, ദ ഡിഷ് വാസ് റെഡി. അപ്പോൾ ഡിഷ് റെഡിയായിരുന്നു. ദ കുക്ക് സർവ്ഡ് ദിസ് ന്യൂ ഡിഷ് ടു ദ ഗസ്റ്റ് ദറ്റ് ഈവനിങ്. വന്ന ഗസ്റ്റിനൊക്കെ ഇത് വിളമ്പി വൈകുന്നേരം. എവരി വൺ വാസ് ഈഗർ ടു നോ ദ നെയിം ഓഫ് ദ ന്യൂ ഡിഷ്. പുതിയ ഡിഷിൻ്റെ പേരറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. അവർക്ക് കഴിച്ചപ്പോൾ നല്ല രുചി, ഇതെന്താണെന്ന് ചോദിച്ചാണ്. ദ കുക്ക് തോട്ട് ആൻഡ് തോട്ട്സ്, ആലോചിച്ചതിന് എന്നെ പേര് കൊടുക്കേണ്ടത്. ദെൻ എ നെയിം കെയിം ടു ഹിസ് മൈൻഡ്. അപ്പോൾ ഒരു പേര് പുള്ളിയുടെ മനസ്സിലേക്ക് വന്നു. ഹീം നെയിംഡ് ഇറ്റ് അവിയൽ. അയാൾ അതിന് അവിയൽ എന്ന് പേര് കൊടുത്തു. അവിയൽ ബിക്കേം ഫേമസ് ഓൾ ഓവർ കേരള. അവിയൽ കേരളത്തിൽ മുഴുവൻ പ്രസിദ്ധമായി. ആൻഡ് ഇസ് നൗ വൺ ഓഫ് ദി ഡിഷസ് ഇൻ ട്രഡീഷണൽ കേരള ഫീസ്റ്റ്. ഇന്നിപ്പോൾ കേരള ഫീസ്റ്റിന് ട്രഡീഷണൽ ആയിരിക്കുന്നത് കസ്റ്റമറി കേരള ഫീസ്റ്റിന്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നടത്തുന്ന സദ്യക്ക്, പരമ്പരാഗത സദ്യക്ക് കേരളത്തിലെ ആ സദ്യയിൽ പ്രധാന പങ്ക് ഈ പറയുന്ന അവിയലിനുണ്ട്. ആൻഡ് ഇമാജിൻ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇറ്റ് ഓൾ കെയിം ഫ്രം എ ബാസ്ക്കറ്റ് ഓഫ് വേസ്റ്റ്. അതെല്ലാം വന്ന് ഒരു കുട്ട അൺവാണ്ടഡ് തിങ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം ഉണ്ടായത് അൺവാണ്ടഡ് ആയിട്ട് മാറ്റി വെച്ചിരുന്ന വേസ്റ്റിൽ നിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോളേ നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ നോക്കി പോകാം. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ്, മജസ്റ്റിക്. മജസ്റ്റിക് എന്ന ഗ്രാൻഡ്. സർവേ എന്ന് പറഞ്ഞാൽ ലുക്ക് കെയർഫുള്ളി ആൻഡ് തറലി. ലുക്ക് കെയർഫുള്ളി ആൻഡ് തറലി, അതാ സർവേ. സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് എന്നാ, പീസസ്. സ്ക്രാപ്സ്, ബിറ്റ്സ്, പീസസ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് തിങ്സ് എന്നാണ് പറയുന്നത്. വേസ്റ്റ് മീൻസ് അൺവാണ്ടഡ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ ട്രബിൾ എന്നാണ്. ഫിക്സ് മീൻസ് ട്രബിൾ. സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫിക്സഡ്ലി. ലുക്ക് ഫിക്സഡ്ലി, ഫിക്സഡായിട്ട് നോക്കുക. ഫ്ലാഷ്ഡ് മീൻസ് എന്താണ്? ഫ്ലാഷ്ഡ്, ഐഡിയ ഫ്ലാഷ്ഡ്, ഐഡിയ മനസ്സിലൂടെ മിന്നി വളർന്നു. ലൈറ്റ് ഫ്ലാഷ്ഡ് മീൻസ് ലൈറ്റപ്പ്. ഗ്രൗണ്ട് മീൻസ് അരച്ചു. ഗാർലിക് മീൻസ് വെളുത്തുള്ളി. ടെംപ്റ്റിംഗ് മീൻസ് അട്രാക്റ്റീവ്. വിബ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇളക്കുക. ബിഹോൾഡ് ആൻഡ് ലോ എന്ന് പറഞ്ഞാൽ നോക്കിക്ക്, അത്ഭുതത്തോടെ നോക്കൂ എന്ന് നമ്മൾ പറയുന്നതാണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമറി, പരമ്പരാഗതമായ. അപ്പോൾ നമുക്ക് ആ ക്ലാസ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.